ദിവസങ്ങളായിട്ട് തുടങ്ങിയ ഒരു പാർട്ടിയാണ് CJP, കോക്രോച്ച് ജനത പാർട്ടി. പാർട്ടിക്ക് ഒഫീഷ്യലായിട്ട് റെപ്രസെൻറ്റേഷൻ ഒന്നും ഇന്ത്യയിൽ ഇല്ലെങ്കിലും അവരൊരു യൂത്തിന് വേണ്ടി തുടങ്ങിയ യൂത്തിൻ്റെ ഒരു വോയിസ് ആയിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ഈ പേജ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് യൂത്തിൻ്റെ ഒരു ആവശ്യമൊന്ന് അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ആ കമൻറ്റ് സെക്ഷൻ ഒന്ന് നോക്കി നോക്കാം. CJPൻ്റെ കമൻറ്റ് സെക്ഷൻസിലൊക്കെ കുറേ പേര് വന്ന് പറയുന്നുണ്ട്, റിസർവേഷൻ അബോളിഷ് ചെയ്യണം, എല്ലാവരും ഈക്വലായി കാണണം, റിസർവേഷൻ വേണ്ട. ഈ റിസർവേഷൻ വേണ്ട എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ല എന്നുള്ളതാണ്. ശരിക്കും എന്തിനാണ് റിസർവേഷൻ? ബാക്ക്വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ അപ്ഫ്രണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിസർവേഷൻ വെക്കുന്നത്. ആക്ച്വലി ഇന്ത്യയിൽ വർഷങ്ങളായിട്ട്, കുറേ വർഷങ്ങൾ, 500-1000 വർഷങ്ങളായിട്ട് ഈ കാസ്റ്റ് സിസ്റ്റം കൊണ്ട് കുറേ ആൾക്കാർ ബാക്ക്വേർഡായി പോയി. അവർക്ക് മുന്നോട്ടേക്ക് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് റിസർവേഷൻ. അപ്പോൾ അതിനി ഒരു 70 വർഷം വെച്ചിട്ടോ 100 വർഷം വെച്ചോ ഒന്നും അത് തരണം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഇതിൻ്റെ ഒരു പ്രൈം എക്സാമ്പിളാണ് സുപ്രീം കോർട്ടിലും ഹൈക്കോർട്ടിലും ഈ ജുഡീഷ്യറി സിസ്റ്റത്തിൽ റിസർവേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കാണാൻ പറ്റും, അവിടെയുള്ള എല്ലാ ആളുകളും ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള കാസ്റ്റിനും ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനാണ് വരുന്നത്. സോ റിസർവേഷൻ എന്ന് ഗവൺമെൻറ് സെക്ടറിൽ ഇല്ലാണ്ടാവണോ അന്ന് ഇന്ത്യ പിന്നെയും എങ്ങനെയാണോ ബ്രിട്ടീഷുകാർ ഭരിച്ചത്, എങ്ങനെയാണോ ബ്രിട്ടീഷുകാരന് മുന്നേ ഉണ്ടായിരുന്നത്, അതേപോലെ ആവുമെന്നാണ് എനിക്ക് ഇവിടുത്തെ യൂത്തിനോട് പറയാനുള്ളത്. സോ റിസർവേഷൻ നമ്മൾ സ്ട്രോങ് ആക്കുകയാണ് വേണ്ടത്. എന്നാലാണ് എല്ലാവരും ഈക്വൽ ആക്കാൻ പറ്റും. എന്നാണോ ഇന്ത്യയിലുള്ള എല്ലാ കമ്മ്യൂണിറ്റീസിലും പെട്ട ആളുകൾ ഹയർ ജുഡീഷ്യറിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്, സുപ്രീം കോർട്ടിലും ഹൈക്കോർട്ടിലും എല്ലാവരും റെപ്രസെന്റ് ചെയ്യുന്നത്, അന്ന് ഇത് CJP, കോക്രോച്ച് ജനത പാർട്ടി അഡ്രസ് ചെയ്യാൻ ശ്രമിക്കണം.